സംസ്ഥാനത്ത് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കിട്ടുന്ന ഔദ്യോഗികമായ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 53% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം ഉച്ച സമയമാണ്, അതുകൊണ്ട് തന്നെ ഇനി അടുത്ത അപ്ഡേറ്റ് വരാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അനൌദ്യോഗികമായി കിട്ടുന്ന വിവരമനുസരിച്ച് 60% പിന്നിട്ടിരിക്കുന്നു സംസ്ഥാനത്ത് പോളിംഗ് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ഉച്ചയുടെ ആലസ്യത്തിലും സംസ്ഥാനത്ത് പലയിടങ്ങളിലും പോളിംഗ് ബൂത്തുകളിലേക്ക് കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നു എന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം ഇപ്പോൾ പലയിടങ്ങളിലും കൂടുതലാണ് എന്ന ഒരു സാഹചര്യം കൂടി പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ പിന്നിട്ട് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മളൊന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ്. തൃശ്ശൂർ നമുക്കറിയാം ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന സംസ്ഥാനത്തെ മണ്ഡലങ്ങളിലൊന്നാണ്. അവിടെ നിന്ന് ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, എൻഡിഎക്ക് അത്ഭുതങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ച ഇടമാണ്. ഇത്തവണയും സമാനമായ അത്ഭുതങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ റിപ്പോർട്ടിങ്ങിനൊക്കെ പോയപ്പോൾ BJP പ്രവർത്തകരൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് തൃശ്ശൂർ പിടിക്കും എന്ന് അവർ പറയുന്നു. ആ ആത്മവിശ്വാസം UDF സ്ഥാനാർത്ഥിയും ഒക്കെ വെച്ചു പുലർത്തിയിരുന്നു. അതേസമയം മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നതാണ് ഇടത് ക്യാമ്പിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം. എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? ഇപ്പോൾ പോളിംഗ് പ്രക്രിയയിൽ ജനങ്ങൾ എങ്ങനെ പങ്കാളികളാകുന്നു? പോളിംഗ് ശതമാനം ഇനിയുള്ള മണിക്കൂറുകളിൽ ഉയരാനുള്ള സാധ്യതയാണോ ഉള്ളത്? രേണുക, തുടക്കത്തിൽ അതായത് ഇന്ന് പോളിംഗ് തുടങ്ങുമ്പോൾ തന്നെയും വലിയ രീതിയിലേക്ക് മികച്ച രീതിയിലേക്ക് പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയ ഒരിടമാണ് തൃശൂർ ജില്ലയിൽ മുഴുവനായിട്ട് തന്നെ. ഓരോ മണ്ഡലങ്ങൾ 13 മണ്ഡലങ്ങൾ എടുത്താലും എവിടെയും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. അത് 1 മണിയോടടുക്കുമ്പോൾ ഏതാണ്ട് 51% എത്തിയിരുന്നു. ഇപ്പോൾ ഒരു മന്ദഗതിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ചൂടായിരിക്കാം, അത്തരം ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു സമയത്തേക്ക് കുറച്ച് കുറവ് വന്നിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുക. കാരണം 1 മണിക്ക് ശേഷം പിന്നീട് ഒരു 1:30 മണിയോടുകൂടി അതിനുശേഷമുള്ള സമയത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ ആളുകളുടെ കടന്നു വരവിൽ ഒരു വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. പോളിംഗ് രേഖപ്പെടുത്താനായിട്ട് ഇവിടേക്ക് എത്തുന്നില്ല. അത് വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് തൃശ്ശൂർ എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളും ആ സാഹചര്യങ്ങളും എല്ലാം കാരണമായേക്കാം ഈ സമയത്തേക്ക് അല്പം മന്ദീഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മന്ദഗതിയിലായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമായിട്ട് അത് അങ്ങനെ ആയേക്കാം. പക്ഷേ ഇനി കുറച്ച് കഴിയുന്നൊരു വൈകുന്നേരത്തോടു കൂടി വീണ്ടും തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ നേരത്തെ ഔദ്യോഗികമായിട്ടൊരു 55%-ലധികം നിരക്ക് രേഖപ്പെടുത്തിയിരുന്നത് ഒരു 1:30 മണി പിന്നിടുന്ന ആ ഒരു സമയത്തായിരുന്നു. ഇപ്പോൾ സമയം അത് കഴിഞ്ഞിരിക്കുന്നത്. പോളിംഗ് ഒന്നുകൂടി ഉയർന്നിട്ടുണ്ടാകാം. പക്ഷെ ആദ്യ രാവിലെ ഉണ്ടായിരുന്ന അതേ ഒരു വലിയ കടന്നുവരവ് ഈ സമയത്ത് കാണുന്നില്ല. അതൊരു പക്ഷേ ഈ ചൂട് കൂടിയതിന്റെ ഒരു കാരണങ്ങൾ തന്നെയായിരിക്കാം. ഇതിനുശേഷം ഒരു 4 മണിയോടുകൂടി വീണ്ടും ഒരു തിരക്കിലേക്ക് തന്നെ വന്നേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ ഈ സ്ത്രീ വോട്ടർമാരുടെ ഒരു പങ്കാളിത്തം അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ രാവിലെ മുതൽ തന്നെ തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ, അതായത് നഗരകേന്ദ്രീകൃതമായാലും ഗ്രാമീണ മേഖലകളായാലും ഇവിടേക്കെല്ലാം ചെല്ലുമ്പോൾ തന്നെയും കൂടുതൽ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം വളരെ പ്രകടമായ രീതിയിലുള്ളതാണ്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകളും അതോടൊപ്പം തന്നെ പ്രായമായവരുമെല്ലാം ഈ ഒരു ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവം അതിൽ കൃത്യമായ ഒരു പങ്കാളികളാകുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഒരു വലിയ പോളിംഗ് നിരക്കിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ വന്നത്. ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടി സമാനമായ രീതിയിലേക്ക് തന്നെ മാറും. സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് എപ്പോഴും സംഭവിക്കുക എന്നതെല്ലാം തന്നെയാണ് വിവിധ പോളിംഗ് ഏജന്റുമാരടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നമ്മൾ തൃശൂർ മണ്ഡലത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേരളവർമ്മ കോളേജിലാണ്. നിലവിൽ വലിയ അവകാശവാദങ്ങൾ 3 മുന്നണികളും വെച്ചു പുലർത്തുന്ന ഒരു മേഖലയാണ് തൃശൂർ എന്ന് പറയുന്നത്. അതിന് NDAക്ക് കണക്കുകൾ പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു കരുത്ത് തെളിയിക്കാം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14,000-ലധികം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു, തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ തൃശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് വ്യക്തമായ രീതിയിലുള്ള ഭൂരിപക്ഷം നേടാൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് NDA ഇത്തവണ തൃശൂരിൽ നിന്ന് ഒരു അക്കൗണ്ട് തുറക്കാനുള്ള മുഴുവൻ സാധ്യതയും അവർ കാണുകയും ചെയ്യുന്നത്. ആ രീതിയിൽ പ്രവർത്തകരെ ഇളക്കി മറിക്കുന്ന രീതിയിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങളടക്കം കൊണ്ടുപോകുന്നത് നമുക്കറിയാം. പത്മജ വേണുഗോപാലാണ് NDA സ്ഥാനാർത്ഥിയായി തൃശൂരിലുള്ളത്. ഇവിടെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. തൃശൂർ സ്വരാജ് റൌണ്ടിന്
തന്നെ വലം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി റോഡ് ഷോയിലൂടെ കടന്നു പോകുന്നു. വലിയ രീതിയിൽ പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ടുള്ളൊരു പ്രചാരണ പരിപാടികളായിരുന്നു തൃശ്ശൂരിൽ മുഴുവനായും തന്നെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് യു ഡി എഫിന് പലകുറി കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് യു ഡി എഫിന് കാര്യമായ രീതിയിലേക്ക് ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം. കാരണം ഒരു സീറ്റ് മാത്രമാണ് യു ഡി എഫിന് ഇക്കുറിയുമുള്ളത്. പോയ വർഷവും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിലേക്ക് ഒരു ആത്മവിശ്വാസത്തിന്റെ കുറവ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അത് വലിയ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലേക്ക് വന്നു. തൃശൂർ നഗരസഭ യു ഡി എഫിന് പിടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ വരികയും ചെയ്തു. BJP പൊതുവിൽ NDA പൊതുവിൽ അവിടെ അധികാരത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ യു ഡി എഫിന് വലിയ രീതിയിലുള്ള തിളക്കമാർന്ന വിജയം അതിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഒരു അവകാശത്തിലേക്ക് അവർ വരികയും ചെയ്തു. ഒപ്പം മണലൂര് പോലുള്ള ഇടങ്ങളിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. TN പ്രതാപനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പലതവണ യു ഡി എഫും NDAയും നേർക്കുനേർ മുട്ടിയത് പല കാരണങ്ങളെ ചൊല്ലി കിറ്റ് വിവാദം അടക്കമുള്ള കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വാഗ്വാദങ്ങളടക്കം ഇന്നും അവിടെ നടക്കുകയുണ്ടായി. അതുകൊണ്ട് വാശിയേറിയ ഒരു പോരാട്ടം പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു സീറ്റും തങ്ങൾക്ക് വരില്ല. മുഴുവനമായും തന്നെ ഒരു സീറ്റ് ചാലക്കുടി മാത്രം കഴിഞ്ഞവണ നഷ്ടപ്പെട്ടെങ്കിൽ അതുൾപ്പെടെ തങ്ങൾക്ക് ഇത്തവണ നേടാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുകളുള്ളത്. ഏതായാലും ഇപ്പോൾ ഇത് തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി പോളിംഗ് ബൂത്തുകൾ വീണ്ടും സജീവമാകും എന്നൊരു പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ 77% കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയെങ്കിൽ അതിൽ ഉയർന്ന നിലയിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഞാനിപ്പോഴാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. തൃശൂർ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന സംസ്ഥാനത്ത് തന്നെ ഒരു മണ്ഡലമാണ്. അവിടെ കൂടുതൽ വോട്ടർമാർ എത്തുന്നുണ്ട്. ഇപ്പോൾ അല്പം മന്ദഗതിയിലാണെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്യും എന്ന് പറയുന്നു. അത് ആർക്ക് അനുകൂലമാകും? പത്മജ വേണുഗോപാലിനാണോ അതോ സാംസ്കാരിക മുഖമായ ആലങ്കോട് ലീലാകൃഷ്ണനാണോ അതോ മുൻ മേയറായിരുന്ന രാജൻ പല്ലനാണോ എന്നതൊക്കെ നമുക്ക് വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഡാനി പോൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ എറണാകുളത്തേക്ക് പോയാൽ അവിടുത്തെ ഏറ്റവും പുതിയ കണക്കുകൾ വരുന്നുണ്ട്. അതിൽ എല്ലാ മണ്ഡലങ്ങളിലും 60% മുകളിൽ പോളിംഗ് ഇതുവരെ കടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതുവരെ തൃപ്പൂണിത്തുറയിലായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ അത് മാറുന്നു. കുന്നത്തുനാടിൽ 70% പോളിംഗ് ഇതുവരെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വിവരം. തൃപ്പൂണിത്തുറയിൽ 65% കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 69%, 69.32% പേർ ഇതിനോടകം തൃപ്പൂണിത്തുറയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ കുന്നത്തുനാട്, നമുക്കറിയാം ശക്തമായ മത്സരമാണ് കുന്നത്തുനാട് നടക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിലും 2020 മത്സരിക്കുന്ന ഇടങ്ങളാണ്. അഞ്ജലി നായരാണ് 2020യുടെ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി. ആദ്യം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് കളം നിറയുന്നത് നമ്മൾ കണ്ടതാണ്. കുന്നത്തുനാട് 2020 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ എന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ്. അവിടെ 3 സ്ഥാനാർത്ഥികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. ശരി, നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പയ്യന്നൂർ മണ്ഡലത്തിൽ CPM വ്യാപകമായി കള്ളവോട്ട് നടത്തുന്നതായി വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു. വെള്ളൂർ, കാർമേൽ, കണ്ടോത്ത് മേഖലകളിലാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി കള്ളവോട്ട് നടക്കുന്നത് എന്നതാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.